എന്റെ മുഖം നീ മറക്കുമോ എന്ന തലക്കെട്ടിലുള്ള ഒരു ചെറുകഥയാണ് കേൾക്കാൻ പോകുന്നത്. എന്റെ മുഖം നീ മറക്കുമോ? ഞാൻ ഇല്ലാതായതിനു ശേഷം എന്റെ മുഖം നിനക്ക് ഓർമ്മിച്ചു വെക്കാൻ കഴിയുമോ എന്ന് ഇളമാരൻ ചോദിച്ച ആ വിചിത്രമായ ചോദ്യം ഒരു വൈകുന്നേരം കടൽത്തീരത്ത് ഇരിക്കുകയായിരുന്ന പുകഴേന്തിയെ ഞെട്ടിച്ചു കളഞ്ഞു. ചെറുപ്പകാലം മുതൽ നഖവും മാംസവും പോലെ ഒന്നിച്ചു വളർന്ന ആ സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെയൊരു ചിന്ത എന്തിനു വന്നുവെന്ന് പുകഴേന്തിക്ക് അന്ന് മനസ്സിലായില്ല. എനിക്ക് എങ്ങനെ നിന്റെ മുഖം മറക്കാൻ കഴിയും? എന്റെ കണ്ണുകൾക്കുള്ളിൽ നിന്റെ രൂപം എപ്പോഴും ഉണ്ടാകും എന്ന് പുകഴേന്തി മറുപടി നൽകി. കാലം അവരെ രണ്ടുപേരെയും രണ്ട് ദിശകളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. പുകഴേന്തി ഒരു വലിയ അപകടത്തിൽപ്പെടുകയും അവന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. ആ ദുഃഖകരമായ സമയത്ത് അവനെ സഹായിക്കാൻ ഒരു ദാതാവ് മുന്നോട്ട് വന്നു. വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുകഴേന്തിക്ക് വീണ്ടും കാഴ്ച ലഭിച്ചു. അവന്റെ കണ്ണുകൾ ലോകത്തെ കാണാൻ തുടങ്ങിയ ആദ്യ നിമിഷം തന്നെ അവൻ തിരഞ്ഞത് തന്റെ ജീവനായ സുഹൃത്ത് ഇളമാരനെയായിരുന്നു. എന്നാൽ അവൻ എവിടെ തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല. മാസങ്ങൾ നീണ്ട തിരച്ചിലിന് ശേഷം ഇളമാരന്റെ വീട്ടിലെത്തിയ പുകഴേന്തിയെ കാത്തിരുന്നത് വലിയൊരു ആഘാതമായിരുന്നു. ഇളമാരൻ നേരത്തെ തന്നെ മരിച്ചുപോയി എന്ന വാർത്ത അവന്റെ മാതാപിതാക്കൾ കണ്ണീരോടെ അറിയിച്ചു. അതോടൊപ്പം അവർ ഒരു സത്യം വെളിപ്പെടുത്തി. പുകഴേന്തിക്ക് കണ്ണുകൾ ദാനമായി ലഭിച്ച അതേ ദിവസം തന്നെ ഇളമാരൻ ഒരു അപകടത്തിൽ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ലായിരുന്നു സത്യം. ഇളമാരൻ ഭേദമാകാത്ത ഒരു രോഗത്തിന് അടിമപ്പെട്ടിരുന്ന വിവരം ആരോടും പറയാതെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. താൻ മരിക്കുന്ന നിമിഷത്തിൽ തന്റെ കണ്ണുകൾ സുഹൃത്തിന് ദാനമായി നൽകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. പുകഴേന്തി ഇപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്റെ മുഖം നോക്കുകയാണ്. സത്യത്തിൽ അവൻ കാണുന്നത് സ്വന്തം മുഖമല്ല, ഇളമാരന്റെ കണ്ണുകളാണ്. അന്ന് അവൻ ചോദിച്ച ആ ചോദ്യം ഇപ്പോൾ പുകഴേന്തിയുടെ കാതുകളിൽ മാറാത്ത വേദനയായി മുഴങ്ങുന്നു. തന്റെ സുഹൃത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അവന്റെ വേർപാട് താങ്ങാനാവാതെ ആ വലിയ ത്യാഗത്തെ ഓർത്ത് പുകഴേന്തി തീരാത്ത മനോവിഷമത്തിലായി. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയും വരിക്കാരാവുകയും ചെയ്യുക. ജീവനേക്കാൾ വലിയ സൗഹൃദത്തിനു വേണ്ടി സ്വന്തം അവയവങ്ങൾ പോലും ത്യാഗം ചെയ്ത ഉന്നതരായ മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവെക്കുക. നിങ്ങളുടെ ഹൃദയസ്പർശിയായ കഥകൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ.